സമ്പ്രദായമൊക്കെ പണ്ടായിരുന്നമ്മേ. മതി മതി, ഇനിയും അതും പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരു തർക്കം വേണ്ട. നന്ദൻ തല്ലിയതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഈ കൂടിക്കാഴ്ച. കേസ് കൊടുക്കണമെന്ന് ശാരീരിക നിർബന്ധം പിടിച്ചു കാണും. അവൾക്ക് പണ്ടേ ഒരു എല്ല് കൂടുതലാ. സത്യത്തിലേ അവൾക്കെതിരെ ഗൗരിയുടെ വീട്ടുകാർ നേരത്തെ കേസ് കൊടുക്കേണ്ടതാ. കല്യാണം തീരുമാനിച്ചിട്ട് അവസാനം കാല് മാറിയതിന്. ഇതിപ്പോ നന്ദനെതിരെ കേസ് കൊടുക്കും പോലും. അമ്മേ, ഞാൻ എൻ്റെ ഒരു തോന്നല് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ചന്ദ്രോത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. എടാ ഞാൻ അവിടെ ഒരല്ലേയില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ. ഒന്ന് പോയിട്ട് വരട്ടെടാ. ഞാൻ ചായ എടുത്തോണ്ട് വന്നേ. നന്ദന് ടെൻഷനുണ്ട്. എല്ലാം തുറന്നു പറയാൻ തയ്യാറായി നിൽക്കുമ്പോൾ ടെൻഷൻ എന്തിനാ അങ്കിൾ? അങ്കിളിന്റെ എന്ത് ചോദ്യത്തിനും എനിക്കറിയാവുന്ന ഉത്തരം ഞാൻ തരും. ഗുഡ്. യാദൃച്ഛികമായിട്ടാണ് നന്ദൻ ഋഷിയെ കണ്ടത്. അല്ല, പിന്നെങ്ങനെ? അമ്മയുമായി അവൻ ശത്രുത ഉണ്ടായിരുന്നല്ല. അവൻ അമ്മയെ ആക്ഷേപിച്ചു. സഹിക്കാവുന്നതിലപ്പുറമായപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാനവനെ ഒന്ന് വാൺ ചെയ്യാൻ പോയതാ. എന്നിട്ട് തമ്മിൽ സംസാരിച്ച് വലിയ തർക്കത്തിലെത്തി. അമ്മയെ കൊല്ലുമെന്നൊരവൻ പറഞ്ഞു. അപ്പൊ ഞാനവനെ തല്ലി. പിന്നെ ദേഷ്യത്തിൽ കഴുത്തിൽ കുത്തിപ്പിടിച്ചപ്പോ ഒന്ന് പിടഞ്ഞ് നിലത്ത് വീണു. ബോധം പോയതാവുന്ന ആദ്യം വിചാരിച്ചത്. അവിടെ ഉപേക്ഷിച്ച് പോയില്ല അല്ലേ? ഇല്ല, തൊട്ടടുത്തുള്ളൊരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി. എന്തിന്? നാട്ടുകാർ കാണാതിരിക്കാൻ. അവന് ശ്വാസകോശ സംബന്ധമായ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് ദേവി പറഞ്ഞ് എനിക്കറിയാം. ആള് തീർന്നു എന്ന് കരുതി പൊതുവഴിയിൽ നിന്ന് മാറ്റി അല്ലേ? അതെങ്കിൽ പക്ഷെ അവന് ബോധം വന്നപ്പോ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. അമ്മയും ദേവിയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞു. അവിടെ കിടന്നൊരു കമ്പ് കൊണ്ട് ഞാൻ അവനെ അടിച്ചു. തലയിലാ കൊണ്ടത്. ഇപ്പോ മാധവനെ തലയിലടിച്ചതുപോലെ. ഹരിയേട്ടാ, അത് അബദ്ധത്തിൽ പറ്റിയതാ. ശരി ശരി. അങ്ങനെ ഋഷി വീണു. പിന്നീട് സംഭവിച്ചത്? ശ്രദ്ധിച്ചപ്പോ അവൻ മരിച്ചു എന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഏതെങ്കിലും ഡോക്ടർ വന്ന് പരിശോധിച്ച് ഉറപ്പിച്ചതാണോ? അതോ നന്ദൻ തന്നെ മെഡിക്കൽ എക്സ്പെർട്ടാണോ?
ഒരു ബോഡി പരിശോധിച്ച് നന്ദന് ജീവൻ പോയെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, ഈ ചില സാഹചര്യങ്ങളിൽ. ഏത് സാഹചര്യങ്ങളിൽ? ശ്വാസം നിലച്ചോ എന്ന് മൂക്കിൽ വിരൽ വെച്ച് പരിശോധിച്ചു, പൾസ് നോക്കി ഉറപ്പിച്ചു, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ നന്ദൻ തന്നെ തീരുമാനിച്ചു ഋഷി മരിച്ചെന്ന്. ഓക്കെ, റോഡിൽ നിന്ന് ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞല്ലോ, അതൊറ്റയ്ക്കായിരുന്നോ? അതെ, ഞാൻ മാത്രം. എങ്ങനെ കൊണ്ടുപോയി? അത് വലിച്ചിഴച്ചിട്ടാണോ അതോ തോളിൽ ചുവന്നിട്ടാണോ? എങ്ങനെയാണ് ബോഡി കൊണ്ടുപോയതെന്ന്? വലിച്ചഴിച്ച്. താൻ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് അങ്കിളെ. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല? ഇല്ല. അപ്പോ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് തലക്കേറ്റ അടിയിൽ ഋഷി മരണപ്പെട്ടു. അതെ. പിന്നെ എന്ത് ചെയ്തു? കുഴിയെടുത്ത് വെട്ടിമൂടി. അതും ഒറ്റയ്ക്ക്? കുഴിയെടുക്കാനുള്ള മൺവെട്ടി കൃത്യമായി അവിടെ തന്നെ ഉണ്ടായിരുന്നോ? അല്ല, അടുത്ത് പറമ്പിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ കണ്ടെത്തി എടുത്തോണ്ട് വന്നതാ. എന്നിട്ട് നല്ല താഴ്ചയിൽ കുഴിയെടുത്തു. എത്ര അടി വരും താഴ്ച? അതറിയില്ലെങ്കിലേ. അപ്പോ അടികൊണ്ട് ഋഷി വീഴുന്നു. നന്ദൻ തന്നെ മരണം സ്ഥിരീകരിക്കുന്നു. ഒറ്റയ്ക്ക് ബോഡി വലിച്ചിഴച്ച് എവിടുന്നോ സംഘടിപ്പിച്ച മൺവെട്ടി ഉപയോഗിച്ച് കുഴിയെടുത്ത് വെട്ടിമൂടുന്നു. ആരും ഇതൊന്നും കാണുന്നില്ല. എല്ലാം ചെയ്തത് ഒറ്റയ്ക്ക്. എന്തായാലും നമ്മുടെ നന്ദന് ദൈവഭാഗ്യമുണ്ട്. സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൂടെ നിന്നു. ഓക്കെ. പിന്നെ നന്ദൻ ഋഷിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാവോ? അത് കൃത്യമായും ഋഷിയുടെ ഗോസ്റ്റ് തന്നെയായിരുന്നോ? അതെ. എന്നിട്ട് എവിടെ വെച്ചാ കണ്ടത്? വീട്ടില്, ചന്ദ്രോത്ത് വീട്ടില്. ഞങ്ങളുടെ റൂമിൽ വന്നവൻ. നന്ദ, എന്നെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ? പിന്നെ റോഡിൽ വെച്ചും കണ്ടു. എന്താ നോക്കുന്നേ? അതിരിക്കട്ടെ,
നന്ദൻ ജീവിതത്തിൽ എത്ര പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട്? ഋഷിയുടെ പ്രേതത്തിന്റെ കാല് തറയിൽ മുട്ടുന്നുണ്ടായിരുന്നു. ആ ഉണ്ട്, ചിലപ്പോഴൊക്കെ. പ്രേതം ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ആ നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിയെ പ്രേതങ്ങൾ വരെ ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. MLA എന്നുള്ള നിലയിൽ നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങളിൽ ദേവിക്കും അഭിമാനിക്കാം. അങ്കിൾ എന്നെയും കൂടെ ചേർത്ത് പരിഹസിക്കുകയാണല്ലേ? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കാം മോളെ? ഹരിയേട്ടാ, ഒരിക്കൽ ഋഷിയുടെ പ്രേതത്തെ വഴിയിൽ കണ്ട് നന്ദൻ പേടിച്ചു വിറച്ചു കിടന്നു. ഓ, അത് നേരാ ഹരിയേട്ടാ. എനിക്കൊരു കോള് വന്നു. ഞാനും ദേവിക ആ സ്ഥലത്ത് പോയി. പക്ഷേ അതിനു മുമ്പ് ഇസബെല്ല നന്ദനെ ചന്ദ്രോത്തേക്ക് കൊണ്ടുവന്നു. ഇസബെല്ല? അപ്പോൾ സിദ്ധുവിന് മുമ്പേ ആളുകൾ ഇസബെല്ലയെ വിവരം അറിയിച്ചിരുന്നു. ഓക്കെ, ഇസബെല്ല കൂടെ പഠിച്ചിരുന്ന ആളാണല്ലേ? ദേവികയുടെ ഫ്രണ്ടാ അല്ലേ? അതെ അങ്കിൾ. ഇസബെല്ലയ്ക്ക് അങ്ങനെ നന്ദനെ സഹായിക്കണമെന്ന് ഉൾപ്രേരണ വരാൻ കാര്യം എന്താ? അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ ഹരിയേട്ടാ. ഓക്കെ ഓക്കെ. ഈ കൊലപാതകത്തെക്കുറിച്ച് ഈ നിൽക്കുന്നവരോട് പറയുന്നതിന് മുമ്പ് മറ്റാരോടെങ്കിലും നന്ദൻ പറഞ്ഞിട്ടുണ്ടോ? കെവിനോടും ഇസബെല്ലയോടും. എന്നിട്ട് അവരെന്താ ആരെ അറിയിച്ചില്ല? ഇല്ലെങ്കിലേ, അത്രയ്ക്ക് വിശ്വസ്തരാ അവര്. ഏതായാലും ആ ഇസബെല്ലയും കെവിനും ഒക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ടും അത് മറച്ചു വയ്ക്കാൻ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ലോ. ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്കിളെന്നെ കളിയാക്കാണോ? നന്ദൻ അങ്ങനെ തോന്നിയോ? ഇനി അഥവാ കളിയാക്കിയാൽ തന്നെ എന്താ? കൊല്ലുന്നതിൽ വലിയ കുറ്റമല്ലല്ലോ. ഹരിയേട്ടാ, നന്ദൻ ആകെ തകർന്നു നിൽക്ക. അവനെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. ഓക്കെ, ഒരു അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷെ പ്രഭേ, നന്ദൻ വീട്ടിൽ പറയാതെ സിനിമയ്ക്ക് പോയ തെറ്റിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കുറ്റം കൊലപാതകമാണ്. ഇവിടെ അല്പം വിഷമിക്കണം. കൂട്ടിനകത്ത് നിന്ന് വേർക്കേണ്ടതല്ലേ? അതിൻ്റെ ഒരു പരിശീലനമാവട്ടെ. അപ്പോ ഇനി കെവിനെ കുറിച്ചും ഇസബെല്ലയെ കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വരുന്നതെങ്കിൽ തീർത്ത് കളയും ഞാൻ എല്ലാത്തിനെയും. ബെല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നന്ദനം നമുക്കറിയില്ലേ? അവൻ ആരാടാ? വലിയ ഹരിചന്ദ്രനോ? സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞേക്കുന്നു. ദേവികയും നന്ദനും തമ്മിൽ അകറ്റാനുള്ള പ്ലാനുകളെല്ലാം വിജയിച്ചു വരുമായിരുന്നു ഞാൻ. എന്റെ ലക്ഷ്യത്തിലോട്ട് ഞാനിങ്ങനെ അടുക്കുകയായിരുന്നു. അതിനിടയ്ക്കാ
ഞാൻ കെട്ടിപ്പൊക്കിയ കൊട്ടാരം അവൻ പൊളിച്ചു കളഞ്ഞത്. ബല, നീ ഒന്ന് സമാധാനിക്കേ. നന്ദൻ ഒരിക്കലും നമ്മളെ വിട്ട് പോയില്ല. പോയാൽ അവൻ തീർന്നു. അവനെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. എന്നിട്ട് അവസാനം എന്നെ തള്ളി അവൻ ദേവികയ്ക്കൊപ്പം തിരിച്ചു ചേർന്ന അവൻ പിന്നെ ഈ ഭൂമി കാണില്ല. എനിക്ക് കിട്ടാത്തത് അവക്കും കിട്ടണ്ട. ബല, ബല, അതൊക്കെ നിന്റെ പേടിയാ. അങ്ങനൊന്നും സംഭവിക്കില്ല. നന്ദൻ ഒരു കൊലപാതകി കൂടിയാണെന്ന് അറിഞ്ഞ ദേവിക പിന്നെ ഒരിക്കലും നന്ദനോടൊപ്പം ചേരില്ല. അല്ല, തിരിച്ച സംഭവിക്കാം. കൊലപാതകം നടത്തിയത് അറിയാതിരിക്കാന് നന്ദൻ അകൽച്ച കാണിച്ചെന്ന് അറിയുമ്പോ ദേവികയ്ക്ക് സ്നേഹവും സഹതാപവും ഒക്കെ തിരിച്ചു വരും. നന്ദൻ കാണിച്ചതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് അറിഞ്ഞ അവൾ അവന് മാപ്പ് കൊടുക്കും, ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാനും സാധ്യതയില്ലേ? അവനാണെങ്കിൽ ഇപ്പോഴും ദേവിക എന്ന് പറഞ്ഞ തേനൊലിക്കും. അവൾ അടുക്കുന്നു മനസ്സിലായ അവൻ നമ്മളെ ഇട്ടേച്ച് അവളുടെ അടുത്തേക്ക് ഓടും. ആന്റിയൊക്കെ അവനെ നമ്മളുമായിട്ട് അകറ്റാനാ നോക്കുന്നെന്നാ എന്റെ സംശയം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ദേവികയും നന്ദനും വീണ്ടും അടുത്ത ഋഷിയെ കൊന്ന കുറ്റത്തിന് നന്ദൻ ജയിലിൽ പോവും. എങ്ങനെ? അവനെ, ആ ഋഷിയെ ഞാനങ്ങ് കൊല്ലും. നമ്മള് നന്ദനെ പറഞ്ഞു പറ്റിച്ച സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തി ഋഷിയുടെ ബോഡി കണ്ടെത്തും. ബല, നന്ദൻ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോവും. അവൻ ജീവപര്യന്തം അഴിയണട്ടെ, അല്ലെങ്കിൽ തൂക്ക് കയറിൽ തീരട്ടെ. ബല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ നോക്കിക്കോ, അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നേ. എടാ, കൂട്ടുപ്രതിയായി നീ വന്നാലും ഞാൻ രക്ഷിക്കും, നീ പേടിക്കണ്ട. ബല, എനിക്ക് കിട്ടാത്ത നന്ദനെ ആർക്കും വേണ്ട, പ്രത്യേകിച്ച് അവൾക്ക്. വിടില്ല, വിടില്ല ഞാൻ അവളെ. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ നന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളാണ് പറയേണ്ടത്. ഇനി ഈ വിഷയത്തിൽ പ്രഭയ്ക്കും സിദ്ധുവിനും ദേവിക്കും പറയാനുള്ളത് നന്ദന്റെ സാന്നിധ്യത്തിൽ എനിക്ക് കേൾക്കണം. അങ്കിളെ, നടന്നേക്കെ ഞാൻ പറഞ്ഞു. അതിലിനി വേറെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞില്ലേ, ഋഷിയെ കൊന്ന ഞാനാ. ഞാൻ നിയമത്തെ അനുസരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിക്കോളാം. നന്ദ, ഒന്ന് വെറുതെ ഇരിക്കേ. ആദ്യം ഹരിയേട്ടൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. നീ മനഃപൂർവ്വം ചെയ്തല്ലോ, ഒരു അബദ്ധം പറ്റിയതല്ലേ. കണ്ടോ, മൊത്തത്തിൽ കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ കിടന്ന് കറങ്ങുക. ഒരാൾ പറയുന്നു അയാൾ കുറ്റം ചെയ്തു എന്ന്, മറ്റേയാൾ പറയുന്നു സംഭവിച്ചത് അബദ്ധമാണെന്ന്. ദേവികയും സിദ്ധു എന്ന് പറയുന്നു ഈ
പറഞ്ഞതിലും കേട്ടതിലും അപ്പുറം എനിക്ക് പറയാൻ മറ്റൊന്നുമില്ല. അങ്കിൾ എന്താന്ന് വെച്ചാ തീരുമാനിക്കേ. അതെ ഹരിയേട്ടാ, ഈ വിഷയം പൂർണ്ണമായും ഹരിയേട്ടന് വിട്ടു തന്നിരിക്കുക. അപ്പൊ എന്റെ ഉത്തരവാദിത്വം കൂടി. ശരി, ഞാൻ ഏറ്റിരിക്കുന്നു. അങ്കിൾ ഒരു മിനിറ്റ്. നന്ദ, ഇസബെല്ലയോടൊപ്പമുള്ളതിന്റെ യാത്രകളും സൗഹൃദവും ഒക്കെ ദേവികയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്.